ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡ് ഓംലെറ്റ് ആണ്. ഒരു വീടാകുമ്പോൾ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. പതിവ് തെറ്റിക്കാണ്ട് ഇന്നും ശ്യാമേട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ 3 മുട്ട, പിന്നെ 2 പച്ചമുളക്, ഇപ്പം നമ്മൾ തക്കാളി ഒരു അരക്കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു മുഴുവനായിട്ടുള്ള സവാള. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം ചീസും കൂടി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കുനുകുനാ അരിയുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 3 മുട്ടയില്ലേ, അത് അടിച്ച് പൊട്ടിച്ച് ഒഴിക്കുക. ഇങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കഷ്ണം മുട്ടേൻ്റെ തോടെല്ലാം പൊട്ടിയിട്ട് അതിലേക്ക് വീകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ അഥവാ വീകുന്നതാണെങ്കിൽ വലിയൊരു മുട്ടത്തോടിനെ കൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ കോരിയെടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച സാധനങ്ങൾ എല്ലാം ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലോ നമുക്ക് ഒഴിക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മുട്ട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതൊരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്യുക. നല്ലൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവില്ല, നല്ലൊരു പഫ്നെസ് പോലെ വരില്ലേ. അപ്പോൾ മതിയാക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട സ്റ്റെപ്പായ ഗ്യാസ് കത്തിക്കുക. പിന്നെ ഒരു ദോശക്കല്ല് എടുത്ത് വെക്കുക. അത് നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, എന്താണെന്ന് വെച്ചാൽ നെയ്യാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നെയ്യ് പുരട്ടുക. അതിലേക്ക് നമ്മൾ ബ്രെഡെല്ലാം സെറ്റാക്കി വെക്കണം. എത്ര ബ്രെഡാണോ വേണ്ടത് അതെല്ലാം എടുത്തിട്ട് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഈ ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അതെടുത്തിട്ട് മെല്ലനെ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ അങ്ങ് പരത്തി കൊടുക്കണ്ട കേട്ടോ, ഏകദേശം ഒരു കട്ടി വേണം അതിന്. പിന്നെ അത് കുറച്ച് വേവുന്നത് വരെ തീ കുറച്ച് വെക്കുക. പിന്നെ 2 ബ്രെഡ് എടുത്തിട്ട് ഓരോ സൈഡിനായിട്ട് വെക്കുക. ഇങ്ങനെ ഒന്ന് വെക്കുക, പിന്നെ കുറച്ച് അടുപ്പിച്ചിട്ട് തന്നെ മറ്റേതും കൂടി വെക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറിച്ചിടണ്ട, കുറച്ച് വൃത്തിക്ക് മറിച്ചിടണം. അത് പൊട്ടിപ്പോയതാണ്, നിങ്ങളാക്കുമ്പോൾ പൊട്ടാണ്ട് ശ്രദ്ധിച്ചിട്ട് മറിച്ചിടണം കേട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വേണം ചീസ് വേണ്ടവർ അത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേപോലെ ചീസ് വെച്ചതിന് ശേഷം ആ താഴെയുള്ള 2 ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലോട്ട് വെക്കുക. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് മറ്റേ ബ്രെഡിൻ്റെ മുകളിലേക്ക് മടക്കി വെക്കുക. സംഭവം ലേശം എന്നാ പറയേണ്ട വീഡിയോ എടുക്കുന്നതുകൊണ്ട് പാളിപ്പോയിനെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായി. കുക്കിംഗ് അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആർക്കും വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയായാലും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഈ ബ്രെഡ് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നിക്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം. അങ്ങനെ എങ്ങനെ കട്ട് ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നെപ്പോലെ ആർത്തിയുള്ളവർക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ തിന്നാം. ഇല്ലെങ്കിൽ ശ്യാമേട്ടനെ പോലെ ക്ഷമയുള്ളവരാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ സോസിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ചീസിനെ പോലെ തന്നെ നടുക്ക് സോസ് വെച്ചിട്ട് അങ്ങനെയായാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിപ്പം ശ്യാമേട്ടൻ സോസ് വെച്ചിട്ടുള്ള പ്രഹസനം നടത്തുന്നതാണ്. സോസ് ഇഷ്ടമുള്ളവർ മാത്രം കൂട്ടിയാൽ മതി, ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യണമെന്നും ഇല്ല, നിർബന്ധമൊന്നുമില്ല. സ്വന്തമായി കുക്ക് ചെയ്തിട്ട് സ്വന്തമായി ആസ്വദിക്കുന്ന ശ്യാംബാബുവിനെയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആറ്റുനോറ്റ് ബ്രെഡ് ഓംലെറ്റെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കുറച്ച് ഭക്ഷണം എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നു. ഇതാണ് ശ്രീ ചേച്ചീൻ്റെ മോള്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ശ്രീ ചേച്ചി ആരാണെന്നെല്ലാം. പിന്നെ എന്തായാലും കുട്ടി വന്നതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ശ്രേയ എന്നാണ് പേര്. അങ്ങനെ ശ്രേയയും കൂടി നമ്മളെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഈ ആക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പറയിപ്പിച്ചതാണെന്ന് പറയുന്നേ ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ശ്രേയ വാവേൻ്റെ അപ്പുറം കളിക്കുമെല്ലാം ചെയ്തിട്ട് പിന്നെ പോയി. അപ്പോൾ ബ്രെഡ് ഓംലെറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.